വിശുദ്ധമായ റമളാൻ അത് ഇന്ന് ചൊവ്വാഴ്ച ദിനമാണ്. ഇന്നേക്ക് ഒരാഴ്ചയായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റമളാൻ നമ്മളിലേക്ക് ആദ്യമായി കടന്നു വന്നത്. അപ്പോൾ റമളാൻ വേഗത്തിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. റഹ്മത്തിൻ്റെ 10 വിട പറയാൻ 1-2 ദിനങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഈ ഒരു സമയത്ത് ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന തഹജ്ജുദ് നമസ്കാരം നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്താൻ തൗഫീക്ക് തരട്ടെ. ഈ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്റും ഒരു ദുആയും, വളരെ സിമ്പിളായ ഒരു ദിക്റും ഒരു ദുആയും ഒരാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 5 ലക്ഷം പാപങ്ങൾ, തെറ്റുകൾ പടച്ചവൻ പുറത്തു തരുമെന്നാണ്. എൻ്റെ പൊന്നുസ്താദെ, ഞങ്ങളൊന്നും ഈ 5 ലക്ഷം പാപമൊന്നും ചെയ്യാറില്ല. വേണ്ട, നമ്മൾ ജീവിതത്തിൽ 5 ലക്ഷം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ്. അത്രയും പാപം നമ്മൾ ചെയ്യുന്നല്ല. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റും ഒരു കുഞ്ഞു ദുആയും, അതോടൊപ്പം തന്നെ ശരവേഗത്തിൽ, കാറ്റിൻ്റെ വേഗതയിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുന്ന, പ്രതിസന്ധികൾക്ക് പരിഹാരം തരുന്ന അതിശ്രേഷ്ഠമായ ഒരു ദിക്റും ഒരു ചെറിയ ദുആയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതെപ്പോഴാണ് പറയേണ്ടത്? തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം. ഉസ്താദെ, എന്താണ് ഈ തഹജ്ജുദ്? തഹജ്ജുദ് നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അത് എത്ര റക്അത്താണ്? ഏതാണ് സൂറത്ത്? എങ്ങനെയാണ് നിയ്യത്ത്? ഒരുപാട് പേർക്ക് വീണ്ടും സംശയമുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ. ഈ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് തരട്ടെ. അവസാനം വരെ വീഡിയോ കാണണേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ ഈ റമളാനിൻ്റെ സുന്ദരമായ റഹ്മത്തിൻ്റെ 10 ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും ഏകദേശം ഒരാഴ്ച കഴിയാൻ പോവുകയാണ് റമളാൻ. അതിവേഗത്തിലാണ്. നമ്മൾ പല ആളുകളും അറിഞ്ഞിട്ട് പോലുമില്ല ഈ ഒരാഴ്ച കഴിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണല്ലോ നമ്മൾ നോമ്പ് തുടങ്ങിയത്. ഇന്ന് ചൊവ്വാഴ്ചയായി, നാളെ ബുധൻ, വ്യാഴം, വെള്ളി. ഇനി വേഗത്തിലായിരിക്കും ഇനിയുള്ള ദിനങ്ങളൊക്കെ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്കെല്ലാവർക്കും അനുകൂലമാക്കി തരുമാറാവട്ടെ. റഹ്മത്തിൻ്റെ 10 നമ്മൾ റഹ്മത്തിന് ചോദിക്കുന്നു. അല്ലാഹുവേ, പടച്ചവനെ, നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. മഗ്ഫിറത്തിൻ്റെ 10 ഞങ്ങൾ മഗ്ഫിറത്തിന് ചോദിക്കുന്നുണ്ട്. റബ്ബേ, നിൻ്റെ മഗ്ഫിറത്ത് തരണേ അല്ലാ. മൂന്നാമത്തെ 10 നിൻ്റെ മാപ്പിനെ ചോദിക്കുന്നു. അതുപോലെ നരകമോചനം ചോദിക്കുന്നു. അതുപോലെ സ്വർഗ്ഗപ്രവേശനം ചോദിക്കുന്നു. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ നിസ്കാരം സ്വീകരിക്കട്ടെ. കാരണം നമുക്കിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ എറണാകുളത്താണ്. ഇപ്പോൾ എൻ്റെ പള്ളിയിലൊക്കെ ഏകദേശം സുബഹിയുടെ ബാങ്ക് 5:20 ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. നമ്മുടെ കാസർഗോഡ് ഭാഗത്തും അതുപോലെ തിരുവനന്തപുരം ഭാഗത്തും ചിലപ്പോൾ കന്യാകുമാരി, അതുപോലെ തന്നെ കർണാടക ഭാഗത്തൊക്കെ ലക്ഷദ്വീപുകാർ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ, അൽഹംദുലില്ലാഹ്. അപ്പോൾ അവരുടെയൊക്കെ സമയ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ സുബഹി ഏകദേശം ഒരു 5:20 അല്ലെങ്കിൽ 5:23, 25 ആ ഒരു സമയത്താണ്. ആ സമയത്ത് അല്ലല്ലോ നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മളൊരു 4:30 കുറഞ്ഞത് എഴുന്നേൽക്കാറുണ്ട്. ഭൂരിഭാഗം ആളുകളും 4 മണിക്ക് എഴുന്നേൽക്കും, 4:15, 4:30 എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം നമുക്ക് വിശാലമായ സമയമുണ്ട് സുബഹി ബാങ്ക് വരെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അതുപോലെ വിത്ർ നിസ്കരിച്ചവരുണ്ടാവാം, നിസ്കരിക്കാത്തവരുണ്ടാകാം. ആ സമയത്ത് നമുക്ക് വിത്ർ നിസ്കരിക്കാം, നമുക്ക് യാസീൻ ഓതാം. എത്രയോ സമയമാണ് ഉപ്പമാർക്കൊക്കെ അത്താഴം കഴിച്ചതിന് ശേഷം വീണ്ടും പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ടൈമുണ്ട്. അതുപോലെ ഉമ്മമാർക്ക് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നിങ്ങൾക്കും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണ റമളാനിക്ക് മുന്നേ, റമളാൻ അല്ലാത്ത മാസങ്ങളിലും ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവാം. അല്ലെങ്കിൽ ഇപ്പോൾ റമളാനിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത് കൊണ്ട് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയിട്ടുള്ള ആളുകളും ഉണ്ടാകും. എന്തായാലും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ എന്താ? തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. നമ്മൾ ഏതായാലും തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അല്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവരാണ്. ഉറങ്ങിയിട്ട് നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേക്കും. ഒരു 4 മണിക്കോ 4:30 നമ്മൾ എഴുന്നേക്കും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഈ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം
ഇവിടെയാണ് ഞാൻ പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ദിക്റും ആ ദിക്ർ പറഞ്ഞതിന് ശേഷം ഒരു ദുആയും ഒരാണ് പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞാൽ, അത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ, വീട്ടിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ, അത് ആണ് പറയട്ടെ, പെണ്ണ് പറയട്ടെ, ചെറിയ ആൾ പറയട്ടെ, വലിയ ആൾ പറയട്ടെ, ആര് പറഞ്ഞാലും അവരുടെ ജീവിതത്തിലുള്ള 5 ലക്ഷം പാപങ്ങൾ, തെറ്റുകൾ, ദോഷങ്ങൾ പടച്ചവൻ പുറത്തു തരുന്നതാണ്. മാത്രമല്ല ഈ ഒരു ദിക്റും ശേഷം ഈ ദുആയും ഒരാൾ പറഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ 1000 ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അത് വേഗത്തിൽ അല്ലാഹു തആല നിറവേറ്റി തരും. അവൻ്റെ പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ അല്ലാഹു തആല പരിഹാരം തരുന്നതാണ്. എന്ത് ചെയ്താൽ? തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ദിക്റും അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ദുആയും ഒരാൾ പറഞ്ഞാൽ, ഒരു ദിവസം പറഞ്ഞാലല്ല, ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിച്ചേക്കും, ഉസ്താദ് ഞാൻ ഇതുവരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. വേണ്ട, ഇനി മുതൽ തഹജ്ജുദ് നമസ്കാരത്തിന് ഇത് വേറെ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമല്ല, തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ഒരു ദിക്റും ദുആയും പറഞ്ഞാലാണ് ഈ തരത്തിലുള്ള പ്രതിഫലം അല്ലാഹു തരുക. ഇത് എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നമുക്ക് ഇത് സുഹാഹുസ് സിത്തയിലെ പല കിതാബുകളിലും കാണാൻ പറ്റുന്നതാണ്. എന്താണ്? ഒരാൾ തഹജ്ജുദ് നമസ്കാരം, അതായത് അത്താഴ സമയം എന്നാണ്. ഈ അത്താഴ സമയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സുബഹി നമസ്കാരത്തിന് മുമ്പ് എഴുന്നേൽക്കുന്നു, ആ സമയത്ത് നമ്മൾ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്നു. അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും. അത്താഴം കഴിച്ച ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കില്ലല്ലോ. അതെന്താ? ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറം വശങ്ങളാണ് അത്താഴത്തിന് എഴുന്നേൽക്കുക എന്നതും തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതും. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാം. നമുക്ക് അത്താഴത്തിന് ശേഷം നിസ്കരിക്കാം, അല്ലെങ്കിൽ മുമ്പ് നിസ്കരിക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു അത്താഴ സമയത്ത്, അതായത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഒരാൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരു ദിക്ർ. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതാണ് ആ ദിക്ർ. നമുക്കറിയാത്ത ദിക്റൊന്നുമല്ല, നമ്മളൊക്കെ സ്ഥിരമായി ചെല്ലുന്ന ദിക്റാണ്. നമ്മൾക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞ ദിക്റ. പക്ഷേ ഇത് പറയേണ്ട ഒരു ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് പറഞ്ഞാലാണ് ഈ പ്രതിഫലം കിട്ടുക. എപ്പോഴാണ്? ഇടയത്താഴത്തിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നല്ല മനസാന്നിധ്യത്തോടു കൂടി പറയും. ഒറ്റ പ്രാവശ്യം പറഞ്ഞാലും മതി. നമുക്ക് സമയമുണ്ടെങ്കിൽ 2, 3, 4, 5, 10, 15, 20, 30 എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഏതാണ് ദിക്ർ? ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല അല്ലാ. നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല അല്ലാ. നിനക്കാകുന്നു എല്ലാ തരത്തിലുള്ള രാജാധികാരവും, നിനക്കാകുന്നു സർവസ്തുതികളും. നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, നിനക്ക് ഞാൻ എല്ലാ വിധത്തിലുള്ള കീർത്തനങ്ങൾ തരുന്നു, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. നിനക്ക് അല്ലാഹുവേ എല്ലാ തരത്തിലുള്ള ഹംദുകൾ, നിനക്കെല്ലാ തരത്തിലുള്ള നന്മയും രേഖപ്പെടുത്തുകയാണ്. നീയല്ലാതെ ആരാധനക്കർഹനില്ല അല്ലാ, നീയാകുന്നു വലിയവൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പടച്ചോനേ, അല്ലാഹുവേ, നിനക്കാകുന്നു എല്ലാ കഴിവുമുള്ളത്, എനിക്കൊരു കഴിവും ഇല്ല അല്ലാ. നിനക്കാകുന്നു സർവ്വ കഴിവുകളുമുള്ളത്. ഇതാണ് ഏകദേശം ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ദിക്ർ നമ്മൾ പറയുക. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ദിക്ർ പറയുക. അതിനുശേഷം അവനൊരു ദുആ. എന്താണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വർഹംനി ഫിദ്ദുനിയ വൽ ആഖിറ. നല്ല മനസ്സിൽ തട്ടി
ഒരിറ്റി കണ്ണീര് വീഴ്ത്തിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, അപരാധങ്ങൾ, ചെറുതും വലുതും, രഹസ്യവും പരസ്യവും, അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായുമൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലാ. മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറി, മോശമായത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, മോശമായത് ഞാൻ കണ്ടു, മോശമായത് ഞാൻ കേട്ടു, മോശമായത് ഞാൻ ചിന്തിച്ചു. അല്ലാഹുവേ പടച്ചോൻ അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. അതുപോലെ തന്നെ ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ അല്ലാ. ഫിദ്ദുനിയ വൽ ആഖിറ, പടച്ചോൻ എനിക്ക് ദുനിയാവിലും നീ കരുണ ചെയ്യണം, ആഖിറത്തിലും കരുണ ചെയ്യണം. ഇതാണ് ആ ദുആ. വളരെ സിമ്പിളായ ദുആയാണ്. ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വർഹംനി ഫിദ്ദുനിയ വൽ ആഖിറ എന്ന ദുആ. അത് ശ്രേഷ്ഠമായത്. ഈ ദുആ മാത്രമല്ല, ഇതിന് ശേഷം നമുക്ക് അറിയാവുന്ന ദുആകൾ നമുക്ക് മലയാളത്തിൽ ദുആ ചെയ്യാം. ഈ ദുആ പറഞ്ഞാൽ 5 ലക്ഷം പാപങ്ങളാണ് അല്ലാഹു തആല പുറത്ത്. എൻ്റെ പൊന്നുസ്താദ്, നമ്മളൊക്കെ 5 ലക്ഷം പാപം ചെയ്യൂ? ഇല്ല, നമ്മൾ 5 ലക്ഷം പാപമൊന്നും ചെയ്യൂല. പക്ഷേ അത്രയും പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു ആ പാപം പുറത്തു തരുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ കടലിൻ്റെ നുരയോളം, പതയോളം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ് ഹദീസിലുള്ളത്. കടലിൻ്റെ നുര എന്ന് പറഞ്ഞാൽ എത്ര? 10 ആണോ 15 ആണോ 20 33 അല്ലല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പതകളാണ്, നുരകളാണ് കടലിലുള്ളത്. അപ്പം അത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരുമെന്ന് അള്ളാൻ്റെ ഹബീബിൻ്റെ ഹദീസല്ലേ ഉള്ളത്. പിന്നെ 5 ലക്ഷം പാപം അതിലെന്തെങ്കിലും ആണോ? അപ്പം 5 ലക്ഷം പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരണോ? ഈ ഒരു ദിക്ർ പറഞ്ഞുകൊള്ളീൻ. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവി തരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ കൻസുമിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധിയാണെന്നാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ നിധി സ്വർഗത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ദിക്ർ നമ്മൾ പറയണേ. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവൻ ആ പറയുന്ന സെക്കൻഡിൽ തന്നെ അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കുമെന്നൊക്കെ നമുക്ക് പല മഹാന്മാരും പഠിപ്പിച്ചു തരുകയാണ്. പിന്നെയോ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും. നല്ല മരണം കിട്ടും. അതല്ലേ വേണ്ടത്? നമ്മൾ ഒരുപാട് നന്മ ഇങ്ങനെ ചെയ്ത് ഒരുപാട് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അവസാനം മരിക്കുമ്പോൾ എന്താണ്, ഒരു അവിശ്വാസിയായിട്ട് ചത്തുപോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ചെയ്തത് വല്ല ഗുണമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നല്ല മരണമാണ്. മരണത്തിന് ശേഷമാണ് പിന്നെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ നല്ല മരണം കിട്ടാനും ഈ തഹജ്ജുദ് നിസ്കാരവും അതിനുശേഷമുള്ള ഈ ഒരു ദിക്റും അത് കഴിഞ്ഞുള്ള ഈ ദുആയും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ, നമ്മൾ പ്രത്യേകം ഇത് മനസ്സിൽ കരുതി നമ്മൾ പഠിച്ചു വെക്കണേ. നമ്മുടെ അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു നോട്ട് ബുക്ക് ഉണ്ടാവുമല്ലോ, ഉണ്ടോ? അതൊക്കെ അള്ളാഹു ആലം വെറുതെ കേട്ടു പോവാൻ. ഉസ്താദ് പറയുന്നു ഇന്നത്തെ ക്ലാസ് ഒന്ന് പാടി കേൾക്കാം, അതിങ്ങനെ ഓണാക്കി വെച്ച് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യൂട്യൂബിലൂടെ. അങ്ങനെയാണോ? അങ്ങനെ ആവരുത്. ഈ പറയുന്ന കാര്യം ആദ്യം എൻ്റെ ജീവിതത്തിന് വേണം. ഒരു ദിവസമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റി, അത് വലിയ ഹൈറാണ്. തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതൊന്ന് പറഞ്ഞു നോക്കി. ഒരു ദിവസം പറഞ്ഞതിൻ്റെ കൂലിയങ്ങളും പടച്ചോൻ തരൂലേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. തഹജ്ജുദ് നിസ്കാരം പലപ്പോഴും നമ്മൾ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിസ്കരിക്കാറുണ്ട്. റമദാനിൽ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് നമുക്ക് സമയം കിട്ടുന്നതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ് കേട്ടോ. തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു വിശ്രമ നിസ്കാരമാണ്. അതായത് ഒന്ന് ഉറങ്ങിയിട്ട് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഇത് പതിവാക്കിയാൽ എത്രമാത്രം നേട്ടമാണെന്നറിയോ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഹജ്ജുദ് നിസ്കാരം, അതായത് രാത്രിയിലെ ഈ നിസ്കരിക്കുന്ന ആളുകളെ കാത്തിരിക്കുമെന്ന് നമുക്കൊരു ഹദീസിൽ കാണാം. അള്ളാഹ് കാത്തിരിക്കുന്നൊരു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നത് ആരാണെന്ന് അള്ളാഹ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അതായത് ഇതിൻ്റെ ടൈം പറയുന്നത് നമുക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അത് നമുക്ക് സുബഹിയുടെ സമയം വരെ ഈ നിസ്കാരത്തിൻ്റെ ടൈം ഉണ്ട്. ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. സാധാരണ നമ്മൾ 2 റക്അത്താണ് സാധാരണയായി നിസ്കരിക്കാറുള്ളത്. 2 ആക്കാം, 4 ആക്കാം. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയത് 2 റക്അത്താണ്. അതായത് നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ നിയ്യത്തിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താ നിയ്യത്ത്? 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഇതാണ് നിയ്യത്ത്. ഒരാൾ രാത്രി എന്തെങ്കിലും ജോലി തിരക്ക് കാരണം അയാൾക്ക് ഇശാ നിസ്കരിക്കാൻ പറ്റിയില്ല.
അയാൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പാണ് അയാൾ പഠിച്ചോരെ ഞാൻ ഇശാ നിസ്കരിച്ചില്ലല്ലോ എന്നോർത്ത് ഒരാൾ വേഗത്തിൽ എഴുന്നേറ്റ് അയാൾ ഒളു കൊടുത്ത് അവിടെ അയാൾ ഇശാ നിസ്കരിച്ചാലും അയാൾക്ക് തഹജ്ജുദിൻ്റെ കൂലി കിട്ടുന്നതാണ്. ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ്. അതിപ്പോൾ നമ്മൾ ഫർള് ഖളാ വീട്ടിയാലും പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഒരുപാട് ഫർള് ഖളാ ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ, അപ്പോൾ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പല ഉമ്മമാരും വളരെ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പല ആളുകൾക്കും ഇതൊരു വളരെ ലാഘവത്തോടെ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ഫർള് നമസ്കാരം ഖളാ ആയത് ഖളാ വീട്ടാതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഫർള് നിസ്കാരമാണ് അത് ഖളാ വീട്ടേണ്ടത്. ഫർള് നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ നമ്മളോട് ചോദിക്കും, എന്താടാ നീ തറാവീഹ് നിസ്കരിക്കാതിരുന്നത് എന്ന് അല്ലാഹ് നമ്മളോട് ചോദിക്കില്ല. നിസ്കരിച്ച കൂലിയുണ്ട്, നിസ്കരിച്ചില്ലെങ്കിൽ അതിനെ നമുക്ക് തെറ്റൊന്നുമില്ല. നമുക്ക് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ നരകത്തിൽ പിടിച്ചിടില്ല. പക്ഷെ നമ്മുടെ ളുഹർ, നമ്മുടെ അസർ, മഗ്രിബ്, ഇശാ, സുബഹി ആ നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ നമ്മളോട് ചോദിക്കും. അത് നിസ്കരിക്കാതെ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടണമെന്നാണ്. പല ആളുകളും ചോദിക്കുന്നു, ഈ ഖളാ എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഉണ്ടോന്ന്. ഒരു സഹോദരൻ ചോദിച്ചതാ, അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ. ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു കൊടുത്തു, സഹോദരാ ഇക്ക അങ്ങനെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഖളാ വീട്ടണം, നിർബന്ധ ബാധ്യതയാണ്. ഒരാൾ നിസ്കാരം ഖളാ ആക്കി അല്ലാഹ് ചോദിക്കും, നീ എന്തേ ഖളാ ആക്കിയതെന്ന്. അതൊരു ചോദ്യം. ആ ഖളാ ആക്കിയത് നമ്മൾ നിസ്കരിക്കാതെ പോയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, നീ എന്തേ അത് ഖളാ വീട്ടാതിരുന്നെന്ന് ചോദിക്കും. അപ്പം അതുകൊണ്ട് ഖളാ ആയ നമസ്കാരങ്ങൾ ഖളാ വീട്ടണം. അതൊന്നും നമ്മൾ ഈ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫർള് ഖളാ ആയത് നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് ഖളാ വീട്ടിയാൽ നമുക്ക് ഈ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. അപ്പം അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാം, നിയ്യത്ത് വെക്കേണ്ടെങ്കിൽ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഉസ്താദേ സൂറത്ത് ഏതാ ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏത് സൂറത്തും ഓതാം. പിന്നെ സാധാരണയായി നമ്മൾ സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാലും മതിയാകുന്നതാണ്. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ, അല്ലെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ, അതും ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇനി അതൊന്നും ഓതാനുള്ള ടൈമില്ല അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാലും മതിയാകുന്നതാണ്. ഇനി ഒരാൾ ഇത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, ഒന്ന് അവൻ്റെ ആന്തരികമായ ബാഹ്യമായ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. രണ്ടാമത്തേത് അവനോട് ആർക്കെങ്കിലും അസൂയയുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കുശുമ്പുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റുന്നതാണ്. മൂന്നാമത്തേത് സ്വർഗത്തിൽ അവനിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം അവൻ നിസ്കരിച്ച ഉടൻ തന്നെ അല്ലാഹു അവനിക്ക് തയ്യാറാക്കി വെക്കുന്നതാണ്. 4 സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വീട് അല്ലാഹു തആല ഈ തഹജ്ജുദ് നിസ്കരിച്ച കാരണത്താൽ അവനിക്ക് കൊടുക്കുന്നതാണ്. 5-മത്തേത് അല്ലാഹുവിനെ കാണാനുള്ള അവസരം അല്ലാഹു അവനിക്ക് ഏത് സമയത്തും കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ. 6-മത്തേത് അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. 7-മത്തേത് അവൻ്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നതാണ്. 8-മത്തേത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു ഇവനെ ഉൾപ്പെടുത്തുന്നതാണ്. 8 മഹാപ്രതിഫലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ തഹജ്ജുദ് നമസ്കാരം കഴിയുന്നത് പോലെ നിസ്കരിക്കുക. പ്രത്യേകിച്ച് അത്താഴത്തിനൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നവർ ഈ നിസ്കാരം പതിവാക്കുക. ആ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിക്റും ശേഷമുള്ള ദുആയും നമ്മൾ പ്രത്യേകം പറയാൻ ശ്രമിക്കുക. പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അള്ളാഹു ഇത് നിത്യമായി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് പറയുന്ന ആളുകൾ, മെസ്സേജ് അയക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിലൂടെ പറയുന്നവർ. അല്ലാഹു സുബ്ഹാനഹു തആല ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ടോ, നമ്മളിൽ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടാവും, എടി ഒന്ന് ദ്വാരക്കണേ, അല്ലെങ്കിൽ എടാ ഒന്ന് ദ്വാരക്കണേ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 4-മത്തെ നോമ്പിന് എൻ്റെ ഭാര്യ പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം മുറാദുകളുണ്ടോ
ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ പലതും കഴിഞ്ഞു, ഇനിയും നടക്കാനിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.